ഒരുപാട് ആളുകൾ IRFCയെ കുറിച്ചും അതുപോലെ മറ്റുള്ള റെയിൽവേ സ്റ്റോക്കുകളായ JWL, RVNL തുടങ്ങിയവയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റെയിൽവേ സെക്ടറുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് കോവിഡിന് ശേഷം ഹ്യൂജ് റിട്ടേൺ കൊടുത്തൊരു സെക്ടറാണ് റെയിൽവേ സെക്ടർ എന്ന് പറയുന്നത്. മിക്ക സ്റ്റോക്കുകളും 10x-ഉം 20x-ഉം ഒക്കെ റിട്ടേൺ കൊടുത്ത ഒരു സെക്ടറാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു സെക്ടർ ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഈ ഗ്രോത്തിനുള്ള റിട്ടേൺ കൂടിയാണ് പോസ്റ്റ് കോവിഡിൽ ഈ റെയിൽവേ സ്റ്റോക്കുകൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും അങ്ങനെയുള്ള ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് നമ്മൾ ഈ റെയിൽവേ സ്റ്റോക്കുകളിൽ എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ അതുപോലുള്ള വിപ്ലവകരമായ എന്തെങ്കിലും ചേഞ്ചസ് റെയിൽവേ സെക്ടറിൽ വരണം. അതല്ലെങ്കിൽ വിപ്ലവകരമായ എന്തെങ്കിലും പുതിയ പദ്ധതികൾ വരണം. അത് കാര്യമായിട്ട് കാണുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പുതിയ പുതിയ ട്രെയിനുകൾ വരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗ്രോ ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രോത്തിനുള്ള റിട്ടേൺ ആണ് പോസ്റ്റ് കോവിഡിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ കറക്ഷൻ വരുമ്പോഴേക്കും നമ്മളിത് വീണ്ടും നല്ലൊരു അവസരമാണ്, വീണ്ടും RVNL 3000-ലേക്ക് പോകും, അതല്ലെങ്കിൽ IRFC 1000-ലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലൈൻഡായിട്ട് വാങ്ങുന്നത് അത്ര ഒരു ബുദ്ധിപരമായ നീക്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് റെയിൽവേ സ്റ്റോക്കുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമ്മൾ കണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബജറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് റെയിൽവേ സെക്ടറിന് വീണ്ടും നല്ല പദ്ധതികളൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നല്ലൊരു സപ്പോർട്ട് റേഞ്ചിലും കൂടിയായിരുന്നു ഈ റെയിൽവേ സ്റ്റോക്കുകളും പലതും. ആ ഒരു റേഞ്ചിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് അത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോഴേക്കും ഇത് വീണ്ടും പുതിയ ഓൾ ടൈം ഹൈസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ RVNL വീണ്ടും 2000-ലേക്കും 3000-ലേക്കും ഒക്കെ പോകും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ വാങ്ങി ഹോൾഡ് ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കാം, ഓക്കെ. പക്ഷേ നമുക്കിതിൽ ട്രേഡ് ചെയ്യാം. നല്ല ടെക്നിക്കലി സ്ട്രോങ് ആയി കിടക്കുന്ന സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സ്വിംഗ് ട്രേഡുകളും ചെറിയ ചെറിയ ഷോർട്ട് ടേം ട്രേഡുകളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റോക്കുകൾ ഉപയോഗിക്കാം. അതല്ലാതെ മൾട്ടി ബാഗർ റിട്ടേൺസിന് ഇപ്പോൾ റെയിൽവേ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന അത്ര ബുദ്ധിപരമായ തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എമേർജിങ് സെക്ടേഴ്സിലും എമേർജിങ് ബിസിനസ്സുകളിലും പുതിയ ഇതുവരെ അതുപോലുള്ള റിട്ടേൺ കൊടുക്കാത്ത, ഇനി കൊടുക്കാൻ സാധ്യതയുള്ള ഒരുപാട് സെക്ടേഴ്സും അതുപോലെ അതിനുള്ള പൊട്ടൻഷ്യലുള്ള ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടേതായ റിസർച്ചിന് ശേഷം മാത്രം ഡിസിഷൻസ് എടുക്കുക. ഇത് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. എൻ്റെ സ്റ്റഡീസ്, എൻ്റെ അനാലിസിസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. നിങ്ങളുടേതായ ഒരു റിസർച്ചിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ബൈ ചെയ്യണോ, സെല് ചെയ്യണോ, അതല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണോ തുടങ്ങിയ തീരുമാനങ്ങൾ എടുക്കുക. താങ്ക് യു.